മെഡിസപ്പ് അക്കൗണ്ടിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. 2022 ജൂൺ ജൂലൈ മുതൽ തുടങ്ങി ഓരോ മാസത്തെയും വിവരങ്ങൾ നിർബന്ധമായും DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസർ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഏത് മാസത്തെ കാറ്റഗറിയാണോ അപ്ഡേറ്റ് ചെയ്യുന്നത്, 2022 ജൂൺ ജൂലൈ മുതൽ നിലവിലെ മാസം വരെയുള്ള കാറ്റഗറി അത്തരത്തിൽ അപ്ഡേറ്റ് ആകുന്നതാണ്. പിന്നീട് ഏത് മാസമാണോ കാറ്റഗറിയിൽ മാറ്റം ഉണ്ടാകുന്നത് ആ മാസം അപ്ഡേറ്റ് ചെയ്താൽ മതിയാകും. DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസർമാർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ ജീവനക്കാരുടെയും വിവരങ്ങൾ അതത് മാതൃവകുപ്പ് തന്നെ കൈകാര്യം ചെയ്യേണ്ടതാണ്. കാറ്റഗറി സെലക്ഷൻ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതാണ്. ജോയിൻഡ് നോൺ മെഡിസപ്പ് ഓഫീസ് ഓർ റിസൈൻഡ്, എക്സ്പയർഡ് വിത്തൗട്ട് ഫാമിലി പെൻഷൻ, ഡിലീറ്റ് ലൈക്ക് ഡ്യൂപ്ലിക്കേഷൻ, termination, resignation, unauthorized absence without medcard, LWA out of scheme, family pensioner employed അതായത് പുതിയതായി ജോലിയിൽ പ്രവേശിച്ച കുടുംബ പെൻഷൻകാർ, ഫാമിലി പെൻഷനർ വിത്ത് സർവീസ് പെൻഷൻ, എക്സ്ഗ്രേഷ്യ പെൻഷനർ ഔട്ട് ഓഫ് സ്കീം. ഇത്രയും കാറ്റഗറി സെലക്ട് ചെയ്താൽ ആ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർ ലോഗിനിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നതും അവരുടെ മെഡ് കാർഡ് റദ്ദ് ചെയ്യപ്പെടുന്നതുമായിരിക്കും. ഈ കാർഡിന് മെഡിസപ്പ് ക്ലെയിം ലഭ്യമാകുന്നതുമല്ല. ആയതിനാൽ നോഡൽ ഓഫീസർ അല്ലെങ്കിൽ DDOമാർ കാറ്റഗറി സെലക്ട് ചെയ്യുന്നതിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ്. നിലവിൽ മെഡിസപ്പിൽ അംഗമായിട്ടുള്ള അഥവാ മെഡിസപ്പ് ID ലഭ്യമായിട്ടുള്ള ജീവനക്കാരൻ അല്ലെങ്കിൽ പെൻഷൻകാരന് യാതൊരു കാരണവശാലും പുതിയൊരു മെഡിസപ്പ് ID ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ആധാർ ഡ്യൂപ്ലിക്കേഷനോ പെൻ ഡ്യൂപ്ലിക്കേഷനോ ഉപയോഗിച്ച് സെർച്ച് ചെയ്ത് പ്രസ്തുത ID ആക്ടിവേറ്റ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ info.medsup@kerala.gov.in എന്ന മെയിലിലേക്ക് വിശദാംശങ്ങൾ ഉടനടി അയക്കേണ്ടതാണ്. റിട്ടയേർഡ് NPS പെൻഷനേഴ്സ്. NPS സ്കീം പ്രകാരം റിട്ടയർ ചെയ്തവരെ മാത്രമാണ് ഈ സ്കീമിൽ ഉൾപ്പെടുത്തേണ്ടത്. സെക്രട്ടേറിയറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് വിഭാഗവുമായി ബന്ധപ്പെട്ട് മുൻകൂറായി പ്രീമിയം അടച്ചാൽ ഇവർക്ക് മെഡിസപ്പിൽ തുടരാവുന്നതാണ്. മുൻ മാസങ്ങളിലെ ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസം. നോഡൽ ഓഫീസർമാരും DDOമാരും 2022 ജൂലൈ മാസം മുതലുള്ള ജീവനക്കാരുടെ സ്ട്രെങ്തും പേയ്മെന്റ് സംബന്ധിച്ചുള്ള വിവരങ്ങളുമാണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. പഴയ മാസങ്ങളിലെ വിവരങ്ങളാണ് അപ്ഡേറ്റ് ചെയ്യുന്നത് എന്നതിനാൽ ഇക്കാലയളവിൽ സ്ഥലമാറ്റം ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവരങ്ങൾ പഴയ ഓഫീസുകളിൽ ലഭ്യമാകുന്നതല്ല. അതിനാൽ മുൻ മാസങ്ങളിൽ ഗുണഭോക്താക്കളുടെ എണ്ണത്തിലും പേയ്മെന്റിലും വരുന്ന വ്യത്യാസം അതത് പേജുകളിൽ നിന്നും മെസ്സേജായി അയക്കേണ്ടതാണ്. സ്കീം തുടങ്ങിയ കാലഘട്ടത്തിൽ എംപ്ലോയി ആയിരിക്കുകയും അതിനുശേഷം റിട്ടയർ ചെയ്യുകയും ചെയ്തിട്ടുള്ളവരുടെ വിശദാംശങ്ങൾ എംപ്ലോയി ഡീറ്റെയിൽസിൽ ലഭ്യമാകില്ല. അത്തരത്തിൽ കൗണ്ടിൽ വരുന്ന വ്യത്യാസം മെസ്സേജിൽ ഉൾപ്പെടുത്തി അറിയിക്കേണ്ടതാണ്. അതാത് ലോഗിനുകളിൽ ലഭ്യമായ എല്ലാ ജീവനക്കാരുടെയും വിശദാംശങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ കൺഫേം ചെയ്യാൻ പാടുള്ളൂ. കൺഫേം ചെയ്ത ശേഷം ജീവനക്കാരിൽ ആരുടെയെങ്കിലും ആ മാസത്തെ അരിയർ അടവായിട്ടുണ്ടെങ്കിൽ അത് കറണ്ട് റിപ്പോർട്ടിൽ ലഭ്യമാകുന്നതാണ്. പുതിയതായി സർവീസിൽ പ്രവേശിച്ച ജീവനക്കാർ മുൻ മാസങ്ങളിലെ പ്രീമിയം തുക അടയ്ക്കുന്നതിന്റെ വിശദാംശങ്ങൾ അരിയർ ഡീറ്റെയിൽസിൽ ലഭ്യമാകുന്നതാണ്. യൂണിവേഴ്സിറ്റി, മുനിസിപ്പാലിറ്റി, ഹൈക്കോർട്ട് തുടങ്ങിയിടങ്ങളിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്നവർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭ്യമാകുന്ന പെൻ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പ്രീമിയം ഡിഡക്ഷൻ വിവരങ്ങൾ തുടർന്ന് ലഭ്യമാവുകയുള്ളൂ. ഇത്തരത്തിൽ പെൻ ചേഞ്ച് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികളുടെ വിശദാംശങ്ങൾ DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസർ info.medsup@kerala.gov.in എന്ന മെയിലിലേക്ക് അയക്കേണ്ടതാണ്. അതുപോലെ തന്നെ പഴയ ഓഫീസിൽ എല്ലാ പ്രീമിയവും അടച്ച് കൺഫേം ചെയ്തിട്ടുണ്ടെന്ന് DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസർ ഉറപ്പുവരുത്തേണ്ടതാണ്.
പുതിയതായി ജോയിൻ ചെയ്ത ഉദ്യോഗാർത്ഥികളുടെ പ്രീമിയം ഈടാക്കുകയും നിർദ്ദിഷ്ട കാലാവധിക്കുള്ളിൽ വിശദാംശങ്ങൾ ഓഫീസ് മുഖേന അപ്ഡേറ്റ് ചെയ്ത് വെരിഫൈ ചെയ്യുകയും എന്നാൽ മെഡിസപ്പ് കൗണ്ടിൽ അത് ലഭ്യമാകാതിരിക്കുകയും ചെയ്താൽ അത് DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസർ info.medisup@kerala.gov.in എന്ന മെയിലിലേക്ക് അറിയിക്കേണ്ടതാണ്. യൂണിവേഴ്സിറ്റി, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ അതത് മാസത്തെ പ്രീമിയം തുക തൊട്ടടുത്ത മാസത്തെ ആദ്യ ആഴ്ചയിൽ തന്നെ ബന്ധപ്പെട്ട ശീർഷകത്തിൽ അടയ്ക്കേണ്ടതാണ്. ഫാമിലി പെൻഷനർ കൂടിയായ എംപ്ലോയിക്ക് നിലവിൽ ഒന്നിലധികം കാർഡ് ഉണ്ടെങ്കിൽ അതിൽ എംപ്ലോയിയുടെ കാർഡ് നിലനിർത്തേണ്ടതും ട്രഷറിയുമായി ബന്ധപ്പെട്ട് ഫാമിലി പെൻഷനറുടെ കാർഡ് അടിയന്തിരമായി ഒഴിവാക്കേണ്ടതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ info.medisup@kerala.gov.in എന്ന മെയിലിലേക്ക് അടിയന്തിരമായി അറിയിക്കേണ്ടതാണ്. ഫാമിലി പെൻഷനർക്ക് സർക്കാർ ജോലി ലഭ്യമാകുന്ന സാഹചര്യത്തിലും സർക്കാർ ജീവനക്കാരന് ഫാമിലി പെൻഷൻ ലഭ്യമാകുന്ന സാഹചര്യത്തിലും എംപ്ലോയി എന്ന സ്റ്റാറ്റസ് നിലനിർത്തേണ്ടതും ഒന്നിലധികം മെഡിസപ്പ് ID ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടതുമാണ്. ഒരിക്കൽ മെഡിസപ്പ് ID ഉണ്ടായിരിക്കുകയും തെറ്റായി അത് ഇനാക്റ്റീവ് ആകുകയോ ഡിലീറ്റ് ആകപ്പെടുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ യാതൊരു കാരണവശാലും പുതിയൊരു മെഡിസപ്പ് ID ക്രിയേറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. ഇതിന് info.medisup@kerala.gov.in എന്ന മെയിലുമായി ബന്ധപ്പെട്ട് പരിഹാരം കാണേണ്ടതാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ച് കൃത്യമായ സ്കൂൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് അറിയുന്നതിനായി മെഡിസപ്പിന്റെ ഹോം പേജിലെ റിസോഴ്സ് എന്ന ലിങ്കിലെ ഡൗൺലോഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ എഡ്യൂക്കേഷൻ ജനറൽ 1 മുതൽ 12 വരെ, എഡ്യൂക്കേഷൻ ഹയർ സെക്കൻഡറി എന്നീ PDF-കൾ കാണാവുന്നതാണ്. ഓരോ വിഭാഗത്തിലുമുള്ള സ്കൂളുകളുടെ വിവരങ്ങൾ ആ PDF-ൽ നിന്ന് ലഭ്യമാകുന്നതാണ്. പ്രസ്തുത സ്കൂൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നു എന്ന് കണ്ടെത്തി അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. സ്പാർക്ക് വഴി പ്രീമിയം ഡിഡക്റ്റ് ചെയ്യുന്ന ജീവനക്കാരുടെ പ്രീമിയം തുക ഒരു മാസത്തിന് ശേഷമായിരിക്കും ട്രഷറി മുഖാന്തരം മെഡിസപ്പ് പോർട്ടലിൽ ലഭ്യമാകുന്നത്. റിട്ടയർ ചെയ്യുന്ന ജീവനക്കാർ ഉൾപ്പെടുന്ന മാസങ്ങളിലെ അക്കൗണ്ടിങ്ങിൽ ജീവനക്കാരുടെ വിവരങ്ങൾ ട്രഷറിയിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുൻപ് തന്നെ, അതായത് ജീവനക്കാരെ പെൻഷൻകാരായി മാറ്റുന്നതിന് മുൻപ് തന്നെ വിശദാംശങ്ങൾ നൽകി അന്തിമ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടതാണ്. DDO അല്ലെങ്കിൽ നോഡൽ ഓഫീസർമാർക്ക് യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് സംബന്ധിച്ച് വ്യക്തതയ്ക്കായി info.medisup@kerala.gov.in എന്ന മെയിലിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. റീകൺസിലിയേഷൻ ഓരോ വകുപ്പിലെയും ഓരോ മാസത്തെയും എല്ലാ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും പ്രീമിയം സർക്കാരിൽ ലഭ്യമായി എന്നുള്ള വിവരം അക്കൗണ്ടന്റ് ജനറലിനെ അറിയിക്കേണ്ടതുണ്ട്. അതിന് ഓരോ മാസത്തെയും അക്കൗണ്ടിംഗ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കുലർ 6-ൽ പ്രതിപാദിച്ചിരിക്കുന്ന ഫോർമാറ്റിൽ തൊട്ടടുത്ത മാസം തന്നെ കൃത്യമായി മെഡിസപ്പ് നോഡൽ സെല്ലിൽ ലഭ്യമാക്കേണ്ടതാണ്.